ആ എന്തായാലും അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഒരു അജണ്ട ഉള്ളൂ. സിനിമ നമ്മൾ പൂർണ്ണമായി അങ്ങ് ബഹിഷ്കരിക്കുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ വിദേശ ബന്ധം അത് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കണം. ഇത് ചോദിക്കുന്ന എനിക്കറിയാമായിരുന്നോ? അവിടെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു. അതെ, അമേരിക്കയിൽ 2 കസിൻസ്, കാനഡയിലെ 5 കസിൻസ്, അങ്ങനെ ആകെ മൊത്തം 8 വിദേശ ബന്ധമുണ്ട്. നോക്ക്, ഇതാണ് വിദേശ ബന്ധം. അപ്പം ഇതൊന്നല്ല വിദേശ ബന്ധം. ഞാനിതേ ഡാർക്ക് വെബ് വഴി കണ്ടുപിടിച്ചാ. ഡാർക്ക് വെബാ കാണിക്ക്. എടാ ഫോണിൽ നൈറ്റ് മോഡ് ഓണാക്കി ഗൂഗിൾ ക്രോം സെർച്ച് ചെയ്യുന്നതാണോ ഡാർക്ക് വെബ്? എല്ലാ മണ്ടന്മാരും ഇവിടെ തന്നെ വന്ന് ചേരേണ്ടത് ചെയ്യുന്നേ. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഏരിയയിലെ പിള്ളേരെ വിളിച്ചിട്ട് സിനിമ മൊത്തത്തിൽ അങ്ങോട്ട് ബഹിഷ്കരിക്കാൻ പറ. അവരൊക്കെ എപ്പോഴേ ബഹിഷ്കരിച്ചു. അതെന്താ? കാണാൻ ടിക്കറ്റ് കിട്ടണ്ടേ? ഇതിപ്പോൾ നമ്മൾ മാത്രം ഉൾപ്പെട്ട പ്രശ്നമല്ല. ഏതോ ഹോട്ടലിൽ നിന്ന് പാവൻ ചൈനക്കാരൻ പയ്യനെ ഗുണ്ടാ നേതാവൊക്കെ ആയിട്ടാണ് ഈ സിനിമ കാണിക്കുന്നത്. ഇതൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൂടാ. അതിൻ്റെ ഇപ്പം എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കേരളത്തിൽ ജോലി ചെയ്യുന്ന 100ഓളം ചൈനീസ് തൊഴിലാളികൾ ഒപ്പിട്ട പരാതിയാണ്. അവരെ അധിക്ഷേപിച്ചു എന്നും പറഞ്ഞിട്ട് ഇതങ്ങ് കൊണ്ടേ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. ബുദ്ധി. ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ വസ്തുനിഷ്ഠമായി ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സിനിമകൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. ഇതൊക്കെയാണോ ജനാധിപത്യം? ജനാധിപത്യം